ദൈവജനമേ, നാം ജീവിക്കുന്നത് യുഗാന്ത്യത്തിൻ്റെ അടയാളങ്ങൾ ദൃശ്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണല്ലോ. ചുറ്റുമുള്ള ലോകം അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരെന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അന്ത്യകാലത്ത് പലരും വിശ്വാസം ഉപേക്ഷിക്കുമെന്നും ദുരുപദേശങ്ങൾ വർദ്ധിക്കുമെന്നും വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് നൽകുന്നു. ഈ വെല്ലുവിളികൾ നിറഞ്ഞ സമയങ്ങളിൽ നാം നിശബ്ദരായിരിക്കരുത്. 1 തിമോത്തി 4:13 പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയെ ഉദ്ബോധിപ്പിക്കുന്നു: ഞാൻ വരുന്നതുവരെ വായനയിലും പ്രബോധനത്തിലും പഠിപ്പിക്കലിലും ശ്രദ്ധിച്ചിരിക്കുക. ഈ വാക്കുകൾ നമുക്കോരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുത്തെത്തിയിരിക്കുന്ന ഈ നാളുകളിൽ സമയം പാഴാക്കാതെ തിരുവചനം വായിച്ച് മനസ്സിലാക്കി വിചിന്തനം ചെയ്ത് ധ്യാനിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ടത് അത്യാവശ്യമാണ്. സുവിശേഷം അറിയിക്കുക എന്നത് കർത്താവായ യേശു നമുക്ക് നേരിട്ട് നൽകിയിട്ടുള്ള ആജ്ഞയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ. ലോകാവസാനത്തോളം ഈ ദൗത്യം നാം തുടരേണ്ടതുണ്ട്. അന്ത്യനാളുകളിൽ തിന്മയുടെ ശക്തികൾ സജീവമാകുമ്പോൾ പ്രത്യാശയുടെ സന്ദേശമായ സുവിശേഷം ലോകത്തിന് ഏറ്റവും ആവശ്യമായി വരും. നമ്മുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ഈ ദൗത്യത്തിൽ ഭയപ്പെടാനോ മടിക്കാനോ മാറി നിൽക്കാനോ പാടില്ല. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. അവിടുന്ന് തീർച്ചയായും നമ്മെ നയിക്കും, നമ്മെ ശക്തിപ്പെടുത്തും. സഹോദരങ്ങളെ, ഈ അന്ത്യകാല നിമിഷങ്ങളിൽ നാം ഓരോരുത്തരിലും ക്രിസ്തുവിൻ്റെ വിശ്വസ്തരായ സാക്ഷികളായി നാം മാറണം. കർത്താവിന് വേണ്ടി ധീരതയോടെ എഴുന്നേറ്റ് നിൽക്കാൻ, വചനം പ്രഘോഷിക്കാൻ, വചനം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. വചനം വായിച്ചും ധ്യാനിച്ചും പഠിച്ചും അത് മറ്റുള്ളവരെ പഠിപ്പിച്ചും ഈ വിളിക്ക്, യേശുവിൻ്റെ വിളിക്ക് നമുക്ക് മറുപടി നൽകാം.